ഹൈ ഗൈസ്, ഇന്നത്തെ വിഷയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ബുദ്ധി. നമുക്കൊരു സ്വയമേ ഒരു അഹങ്കാരം കാണും. ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്നുള്ളൊരു ഒരു ഒരു കൊച്ചഹങ്കാരം അത് നമുക്ക് വേണം. അത് നമുക്ക് എല്ലാ മനുഷ്യർക്കും കാണും. പക്ഷെ സത്യത്തിൽ എന്താണ് ഈ ബുദ്ധിയുടെ ഒക്കെ അടിസ്ഥാനം? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കല്യാണം കഴിച്ച മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനി മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കാണെങ്കിലും അവർക്കൊക്കെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണോ എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ബുദ്ധിയുള്ള ആളുകളിൽ ഏറ്റവും അധികം കൂടുതൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഒബ്സർവേഷൻ. അതായത് എല്ലാവരും ഒബ്സർവ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ പപ്പായുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ പ്രത്യേകിച്ചും പല കാര്യങ്ങളും മിസ് ചെയ്യും. അതായത് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ബിൽഡിംഗ് വന്നിരിക്കട്ടെ, അത് കുറച്ചൊരു കുടിസിലായിരിക്കും, അത് ഇടയ്ക്കായിരിക്കും. എന്നാലും ഞാനത് പെട്ടെന്ന് അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടും. പക്ഷെ എൻ്റെ പപ്പ പെട്ടെന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് പപ്പയുടെ ചേട്ടനോടും പപ്പയുടെ അനിയനോടും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാണാം. അവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നല്ലോ. ഇവരെല്ലാം ഇവർ ജീവിക്കുന്ന ചുറ്റുപാടിനെ പറ്റി ഭയങ്കരമായിട്ടൊരു അവയർനെസ് ഉള്ളവരാണ്. അവർ ഭയങ്കരമായിട്ട് ചുറ്റുപാടും അവരുടെ കൂടെ ഉള്ളവരെ ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിക്കും. അതാണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷൻ സ്കില്ലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു മാറ്റം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എന്തൊരു മാറ്റം ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറിയൊക്കെ നടന്നെങ്കിൽ എനിക്കറിയില്ല ഇത് ഏതാണ് പുതിയ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഏതാണ് ഈ പുതിയ ഓഫീസ് ഇവിടെ പണിതിരിക്കുന്നത്, ഏതാണ് പുതിയ കട വന്നിരിക്കുന്നത്. ഇത് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇച്ചിരി പ്രായമുള്ള ആളുകളൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിക്കും. കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി അവർക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കോ പേരൻസിനോ ആർക്കാണെങ്കിലും ഈ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ എവിടെയെങ്കിലും ഒക്കെ ഒരു നല്ല എത്തും. അതായത് ഒബ്സർവേഷൻ സ്കില്ലാണ് ഒന്നാമതായിട്ട് ഒരു ബുദ്ധിയുള്ള ആൾക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുസ്തകപ്പുഴുക്കളായിരിക്കില്ല. അതായത് ഞാൻ പറയുന്ന ബുദ്ധി എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്കൂളിൽ പോയി നമ്മൾ പഠന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു ഭയങ്കരമായിട്ട് എക്സാം ഒക്കെ എഴുതി ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചു ടീച്ചർമാരുടെ ഒക്കെ കണ്ണിൽ ഉണ്ണിയായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ കാണുമല്ലോ, കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ കാണുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള പിള്ളേരെ സംബന്ധിച്ച് അവർ ടെക്സ്റ്റ് ബുക്ക് അതിനൊരു ബുദ്ധി വേണം കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്ക് വരുന്ന കാര്യങ്ങൾ പഠിച്ചെഴുതാൻ ഒരു ബുദ്ധി വേണം. പക്ഷെ ബേസിക്കലി നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന സംഭവം മാത്രമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് നമ്മളെല്ലാവരും പറഞ്ഞു. ഇപ്പൊ ഇന്നസെന്റ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പരാജയപ്പെട്ട്, പക്ഷെ പഠനത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്കില്ലില്ലായിരുന്നു. അതേസമയം അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന് മറ്റുള്ള മേഖല അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു എത്രയോ കാലമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പുസ്തകപ്പുഴുക്കളായിരിക്കുന്ന ഒരു ബുദ്ധിയല്ല, അല്ലാതെ നമ്മൾ പുറത്തേക്കുള്ള, അല്ലെങ്കിൽ ഒരാൾ ഒത്തിരി പഠിക്കുന്നൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം പഠിക്കുന്നൊക്കെ ഉണ്ട് എങ്കിൽ പൊതുവെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസ്സും അവർക്കുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് അവർക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റും. അതായത് പൊതുവെ രാഷ്ട്രീയത്തിൽ നമ്മൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, ഇപ്പൊ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി അവർക്ക് അറിയാൻ വഴിയില്ല. പക്ഷെ ആരാണ് ഇപ്പൊ ഞാൻ ചില ഇൻസ്റ്റഗ്രാം റീല് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നരേന്ദ്രമോദി ആണ് എന്ന് പറയാനുള്ള ഒരു ബുദ്ധി. മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പോലും അറിയത്തില്ലാത്ത പിള്ളേരുണ്ട്. അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടൊക്കെ ഇൻസ്റ്റയും റീലിലും ഒക്കെ വരും. പക്ഷെ നമുക്കൊക്കെ അത് കാണുമ്പോഴത്തേനും നമുക്ക് തോന്നും, ഇത്രയും ഒരു എന്താ പറയുക, ഒരു മുഖ്യമന്ത്രി ആരാണെന്നോ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്നോ ഒക്കെ നമുക്ക് അറിവില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ എന്തിനാണ് ക്ലാസ്സിൽ പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നത്? അപ്പം ബേസിക്കലി പുസ്തകപ്പുഴുക്കളായിരിക്കില്ല അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്. വലിയ പുസ്തകപ്പുഴുക്കളായിരിക്കില്ല അവർ. ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേനും പറയും, ഇപ്പൊ അബ്ദുൽ കലാം ഒക്കെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളായിരുന്നല്ലോ, അല്ലെങ്കിൽ അതുപോലുള്ള മഹാപ്രതിഭകളൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആള്. ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു കഴിവ് വേണം. ഈ പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു സോഷ്യൽ ഈ പറയുന്ന ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനൊരു സ്കില്ല് വേണം. പക്ഷെ എല്ലാവർക്കും അതില്ല. നമ്മൾ ഈ പറയുന്ന നമ്മളൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന പിള്ളേർക്കൊന്നും ഈ പറയുന്ന സംഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമതായിട്ട്, ബുദ്ധിയുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, അവർക്ക് ഓവർ ടെൻഷൻ കാണില്ല. അതായത് സാധാരണ ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോകുന്നു, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാവും, ഇതെങ്ങനെയാവും. നിസ്സാരം ഒന്ന് മുടിപൊഴിച്ചിലിനോ 2 താടി പോകുന്നതിനോ വരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ആരും വന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പൊ നമ്മളുടെ എത്ര ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാലും അത് സംഭവിക്കേണ്ട പോലെ സംഭവിക്കും. ഈ ഒരു ബോധമുള്ളവരായിരിക്കും അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പം നമ്മൾ ഓവറായിട്ട് അങ്ങ് ടെൻഷൻ അടിച്ച് നമ്മുടെ BP, പ്രഷർ, അത് ഇത് നമുക്കിനി ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ A B എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങ് കയറ്റിക്കൊണ്ട് പോകുന്ന പരിപാടി അവർക്ക് കാണില്ല. ബേസിക്കലി നമുക്ക് ഒരു ഐഡിയ കാണും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ എന്താണ് ചെയ്തത്, ഇനി എന്താണ് അതിന്റെ ഭവിഷ്യത്ത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കാണും അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ടെൻഷൻ അടിച്ചിട്ട് വലിയ ആവേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ബേസിക്കലി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വാട്ട് നെക്സ്റ്റ്, they will know what's going to happen next. So
ദാറ്റ്സ് ദ തിങ്. നാലാമതായിട്ട് ഞാൻ കണ്ട ഒരു നിരീക്ഷണം, ഇത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഒബ്സർവേഷനിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഈ നാലാമത് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമല്ല. ഞാൻ ബേസിക്കലി ഞാൻ ഒബ്സർവേഷനിലൂടെ ഞാൻ നോക്കി കണ്ടുപിടിച്ച കാര്യം, എൻ്റെ അത്യാവശ്യം എനിക്കറിയാവുന്ന ചേട്ടന്മാരിലും, ഞാനൊക്കെ വളർന്ന സാഹചര്യത്തിൽ എൻ്റെയൊക്കെ ചേട്ടന്മാരായിരുന്ന ആളുകളിലും എൻ്റെ അപ്പനിലും ഒക്കെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ പറയുന്ന ഈ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് ഇവർക്ക് ബേസിക്കലി അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു നിൽക്കാൻ അറിയാം. അതാണ് ഞാൻ പറഞ്ഞ തിങ്, ദാറ്റ്സ് ദ തിങ്. അതായത് ഒരാളുടെ മുമ്പിൽ പെട്ടെന്ന് ഇവരങ്ങോട്ട് പറഞ്ഞങ്ങ് താന്നു പോവില്ല. കാര്യം ഇവർക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും എങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കണം എന്നുള്ളത്. ഈ ഒരു സംഭവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാനൊക്കെ വളരുന്ന സാഹചര്യം എനിക്ക് ഒരുപാട് ചേട്ടന്മാരും, എനിക്ക് ഒരുപാട് കസിൻ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പല സാഹചര്യങ്ങളിലും ഇപ്പൊ ഒരാളുടെ അടുത്ത് ചെന്നിട്ട്, ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത്, ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില്, അപ്പൊ നമ്മളൊക്കെ കുട്ടികളെ, അപ്പൊ നമ്മളൊക്കെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് വലിയും. എന്താ പറയാ, നമ്മൾ അവരെന്തെങ്കിലും നമ്മളോട് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു ഡള്ളായിട്ട് നമ്മൾ വലിയും. പക്ഷെ ഇവർ പെട്ടെന്ന് പറഞ്ഞു നിൽക്കും. ഇവർ പറയുന്ന ഭയങ്കര സീരിയസ് ആയിട്ടാണെങ്കിലും അതിനെ കോമഡി ആയിട്ടിട്ട് അതിന് എങ്ങനെയാണോ അത് മാറ്റേണ്ടത്, ദേ വിൽ നോ ഹൗ ടു ചേഞ്ച് ദ വാട്ടർ ഫ്ലോ എന്ന് പറയും. അതിന് അവർക്കറിയാം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം. ഈ സിറ്റുവേഷൻ ഡീലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കേ അത് പറ്റത്തുള്ളൂ. നിങ്ങൾ ഇനി ചുറ്റുപാടും ഇപ്പൊ ഈ വീഡിയോ കണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസം വർക്കിന് പോകും, സ്കൂളിൽ പോകും, എന്തിനു പോകും, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകും. അപ്പോ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കൂടെ ഉള്ളവരോട്. അവർക്ക് ഒരു സാഹചര്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് താന്നു പോവില്ല. അവരെങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കും. പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരിലൊക്കെ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ കാര്യം. കാര്യം രാഷ്ട്രീയക്കാരനാകുക എന്ന് പറയുന്നത് അത്ര ചുമ്മാതെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന പോലല്ല. അതിനൊരു ഒരു ബേസിക് ഒരു സംഭവം ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു നിൽക്കാൻ അറിയണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് ഓപ്പോസിറ്റ് പാർട്ടി വന്നിട്ട് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതെ തന്നെ എന്ത് ചെയ്യും. അപ്പൊ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ഇവരൊന്നും മിണ്ടാതെ നിൽക്കില്ല, ഇവരെന്തെങ്കിലും പറയും. ഇവരുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഇവരെന്തെങ്കിലും പറയും. അപ്പൊ ഈ ഒരു സംഭവമാണ്. അതായത് ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും ബേസിക്കലി. പക്ഷെ അതിനെ അവർ വിപുലീകരിച്ച് പറയാനുള്ള ഒരു സ്കില്ലുണ്ടല്ലോ. ഈ ഒരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് ജീവിക്കാൻ അറിയാവുന്ന ഒരാൾക്കാണ് ഈ നാലാമത്തെ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഈ ഒരു ക്വാളിറ്റീസ് കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഈ ക്വാളിറ്റീസ് ഇല്ലാന്നിരിക്കട്ടെ, അത് ബിൽഡ് ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസസ് ഉണ്ട്. എക്സസൈസസ് ഇൻ ദ സെൻസ് നമ്മൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന എക്സസൈസ്, ആ ഒരു സെൻസിലല്ല ഞാൻ പറഞ്ഞത്, അതും ഒരു എക്സസൈസ് ആണ്. പക്ഷെ ബേസിക്കലി നമുക്ക് ഈ സ്കിൽ ഇംപ്രൂവ്മെന്റ് ഒരു എക്സസൈസ് ആണ്. അതിനോട് ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ സോഷ്യൽ സ്കിൽ, നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ, പറഞ്ഞ നാലാമത്തെ കാര്യം സിറ്റുവേഷൻ ഡീലിംഗ്, ഈ സംഭവം നമുക്ക് ഇല്ലാന്നിരിക്കട്ടെ, നമുക്ക് തന്നെ ബേസിക്കലി നമുക്ക് അറിയണം ഇതിനെപ്പറ്റി. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ബേസിക്കലി നമ്മളെപ്പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം, എന്താണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൽ ഇല്ല എന്ന് നമ്മൾ അറിയുവാന്നിരിക്കട്ടെ, നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ആകാൻ പറ്റും. നമ്മൾ അതിന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പല സാഹചര്യങ്ങളിലേക്കും ഒരുപാട് ഗ്രൂപ്പായിട്ട് ആളുകൾ കൂടുന്ന സാഹചര്യങ്ങളിലേക്ക്, ചെറിയ നമ്മുടെ നാട്ടിലെ സംഘങ്ങളാവാം, സ്കൂളിലെ പ്രോഗ്രാംസ് ആവാം, കോളേജിലെ പ്രോഗ്രാംസ് ആവാം, എന്തും സമൂഹത്തിൽ ആള് കൂടുന്ന നല്ല പ്രവർത്തികൾക്ക് പോവുക. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ നേതൃസ്ഥാനത്ത് വരെ നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബേസിക്കലി നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്കിൽസും ഇമ്പ്രൂവ് ആവും. അതായത് നമ്മൾ ജീവിക്കേണ്ട എവിടെയാണ്, നമ്മൾ ഈ ജീവിക്കേണ്ട ഈ സമൂഹത്തിലാണ്. സമൂഹത്തിൽ ജീവിക്കാനുള്ള സ്കില്ല് നമുക്ക് എവിടുന്നേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, സമൂഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.